കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റീസെറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇത് ഓൺ ചെയ്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. ഇത് നോക്കിയാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ ക്യാമറ കണക്റ്റഡ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വൈഫൈ ക്യാമറയായിട്ടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരാൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഫോണിൽ കണക്റ്റ് ആകുന്നില്ലാന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇത് വാങ്ങിച്ചിട്ട് 1-1.5 വർഷത്തിൻ്റെ അടുത്തായി. ഇപ്പോൾ കണക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഏതാണ് ബ്രാൻഡ് അങ്ങനെയുള്ളതൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് ഒരുവിധം ചൈന വൈഫൈ ക്യാമറകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഞാൻ ഫോണുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ആൾറെഡി ഡിവൈസ് കണക്റ്റഡ്, പ്ലീസ് റീസെറ്റ് ദ ഡിവൈസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുവിധം DVRകൾ അതുപോലെ തന്നെ വൈഫൈ ക്യാമറകൾക്കൊക്കെ നമുക്ക് റീസെറ്റ് ബട്ടണും കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് യൂസ്വലായിട്ട് ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾക്കൊക്കെ നമുക്കൊരു റീസെറ്റ് ബട്ടൺ വരാറുണ്ട്. ഒരു കോൾ അത് നീഡിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് റീസെറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും മിക്ക ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾക്കും വരാറ്. നമ്മൾ മറ്റ് CCTV DVRകൾക്കൊക്കെ നമുക്ക് മദർ ബോർഡിൽ തന്നെ നമുക്കത് റീസെറ്റ് ചെയ്യാനുള്ള 2-3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണിത്, എങ്ങനെയൊക്കെയാണിത് റീസെറ്റ് ചെയ്യാതെ, എന്താ കംപ്ലൈൻറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുവിധമൊക്കെ ഉള്ള ചൈനയുടെ ലോക്കൽ വൈഫൈ മോഡലുകൾക്ക് അതുപോലെ തന്നെ ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾക്കൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ചില DVRകൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ബോർഡിൽ തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നത് പുള്ളി ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിരിക്കാനും ചാൻസ്. ഈവൻ ഇതിൻ്റെ അകത്ത് 1080 പിക്സൽ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയുള്ളൂ. എനിവേ നമുക്കിതൊന്ന് പവറൊക്കെ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്തിട്ട് ഏത് രീതിയിലാണ് എന്താണ് ഇത് കണക്ട് ആകാത്തതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാനിതിൻ്റെ പവറൊന്ന് ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്തപ്പോൾ ഇതിൻ്റെ LED കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമുക്കിത് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ ഇത് യൂസ്വലായിട്ട് വരുന്ന എല്ലാ വൈഫൈ ക്യാമറകൾക്കും വരുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലൊരു QR കോഡ് വരുന്നുണ്ട്. സിസ്റ്റം സ്റ്റാർട്ടായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു QR കോഡ് വരുന്നുണ്ട്. ഇത് നമ്മളെ ഫോണിലെ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോകും. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ 1-2 ആഡുകളൊക്കെ വന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇത് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്കാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. ഒരു എറർ മെസ്സേജാണ് വന്നിട്ടുള്ളത്. സിസ്റ്റം ഓൾറെഡി ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. ഡിവൈസ് റീസെറ്റ് ചെയ്യാനാണ് പറയുന്നത്. റീസെറ്റ് ചെയ്താലുള്ളൂ നമുക്ക് ഈ ഒരു ഫോണിൽ പെയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പെയർ ചെയ്തിട്ടുള്ള ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള ഒരു എറർ മെസ്സേജാണ് വരുന്നത്. ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും കണക്റ്റ് ആകാത്തൊരു രീതിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറ റീസെറ്റ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ 1-2 ഇതുപോലത്തെ വൈഫൈ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ വൈഫൈ മോഡം, അതുപോലെ DVRകളൊക്കെ ഞാൻ അൺലോക്ക് ചെയ്യും, അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ഡിവൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വൈഫൈ ക്യാമറ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം പക്ക ലോക്കലാണെന്ന്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അഡാപ്റ്ററാണിത്. ഇതിലും ഒരു നെയിമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് 12 വോൾട്ട് 2 ആംസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, AC അഡാപ്റ്റർ. അപ്പോൾ നമുക്ക് എന്താണ് ഇതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. ഇതിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ജസ്റ്റ് ഇതിൽ പെയർ ചെയ്യാനുള്ള ഒരു QR കോഡ് മാത്രം തന്നെയുള്ളൂ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾക്കൊക്കെ
എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു റീസെറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നീഡൽ കടത്തിവിടാവുന്ന രീതിയിലൊരു ഓളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ എങ്ങനെ അരിച്ചു പെറുക്കിയിട്ട് ഇതിൽ അങ്ങനെ ഒരു സംഭവമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൽ ബാക്കിൽ നമുക്ക് ഇതുപോലൊരു മെമ്മറി കാർഡ് ഇടാനുള്ളൊരു ഡോറ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓള് വന്നിട്ടുണ്ട്. അത് നമുക്ക് പുറത്തുനിന്നുള്ള വോയിസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മൈക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു ഐക്കണും കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന സ്പീക്കർ ഔട്ടിന് വേണ്ടിയിട്ടൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം, ഇതിൽ ഏത് രീതിയിലാണ് ഇത് റീസെറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് അതുപോലെ തന്നെ ഒരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്നും നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ മെയിൻ ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയതായിട്ട് തോന്നിക്കുമെങ്കിലും ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഈ ഒരു ചെറിയൊരു മൈന്യൂട്ട് ബോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ഇത് റീസെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. 2000 years later. ഇതിൽ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു ഭാഗത്താണായിട്ടാണ് കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റീസെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ച് കൊടുക്കുന്നതിന് 2 ട്രാക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലുള്ള ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇതിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലാണ് ഇത് റീസെറ്റ് ആകുക. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അങ്ങനെ ഞാൻ ക്യാമറ മാക്രോയിലിട്ടിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ റീസെറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇത് ഓൺ ചെയ്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാത്തതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചില DVRലൊക്കെ ഇതേ ഒരു ഓപ്ഷനാണ് വരിക. ചിലത് നമുക്ക് ജമ്പർ ചേഞ്ച് ചെയ്യുന്ന രീതിയാവും വരിക. അത് ഞാൻ എന്തായാലും ഞാനൊരു മദർ ബോർഡിൽ ഒരു വൈഫൈ മോഡത്തിൽ ഞാനത് ഏത് രീതിയിലാണെന്ന് കാണിക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസെറ്റ്. അപ്പോൾ ഞാൻ ക്യാമറ പഴയ ആംഗിളിൽ തന്നെ പ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കണക്റ്റ് ആക്കാം. അപ്പോൾ നമുക്കിത് പവറൊക്കെ ഒന്ന് കൊടുത്ത് ഓൺ ചെയ്യാം. എന്ത് ഡിവൈസും നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തിട്ട് പവർ കൊടുക്കുന്നതിൻ്റെ മുന്നേ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം പവർ ഓൺ ചെയ്യുക. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമറയുടെ LED വർക്ക് ചെയ്തിട്ടുണ്ട്.
Power on device is not connecting. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 പോയിന്റിൽ നമ്മളിത് 3 സെക്കൻഡ് ഇതിൽ പവർ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതിൽ LED കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. System factory reset default mode. ഇപ്പോൾ ഇത് ഡിഫാൾട്ട് മോഡിലേക്ക് മാറിയിട്ടുണ്ട്, റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴത്ത് പോയിട്ട് ഇത് മൊത്തം വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഫോണിൽ പെയർ ചെയ്ത് ഒക്കെ വർക്കിംഗ് ഓക്കെ ആണോ നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാമല്ല. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേറൊരു വൈഫൈ മോഡത്തിൻ്റെ റീസെറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന വൈഫൈ മോഡാണ്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു ജമ്പറാണ്. ഈ ഒരു ജമ്പർ റിമൂവ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് ഇതിൻ്റെ മുന്നേ ഞാൻ മദർ ബോർഡ് റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബയോസ് റീസെറ്റ് ചെയ്യണം. അതേ മെത്തേഡാണ് ഈ ഒരു മോഡം റീസെറ്റ് ചെയ്യാനും. ഇത് നമുക്ക് ഈ ജമ്പർ ഇവിടുന്ന് എടുത്തതിന് ശേഷം ഇതിൽ ജസ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഒരു മോഡം ഇതുപോലെ റീസെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ മദർ ബോർഡ് കാണിക്കാം. ഇത് നമ്മളെ ഒരു ഡെല്ല് ബ്രാൻഡഡ് മദർ ബോർഡാണ്. ഇതിന് നമുക്ക് ബയോസ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെടുത്ത് ഈ ഒരു പോർഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞൊരു 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഒരു മദർ ബോർഡിൻ്റെ ബയോസ് റീസെറ്റായി. അപ്പോൾ ഇത് ചില മദർ ബോർഡിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ടൊരു പ്രസ്സിങ് സ്വിച്ച് വരാറുണ്ട്. ചില മോഡലിന് ചെറിയ വേറെ രീതിയിലാവും. അപ്പോൾ ഈ വിഷന് അതുപോലെ തന്നെ CCTV DVRകൾക്കൊക്കെ ഈ ഒരു മെത്തേഡായിരിക്കും കൂടുതലും റീസെറ്റിന് വന്നിട്ടുണ്ടാകുക. ഈ ഒരു മെത്തേഡ് അപൂർവമായിട്ടാണ് കണ്ടുവരാറുള്ളത്. ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾക്കൊക്കെ സാധാരണ നമുക്കൊരു റീസെറ്റ് ഒരു നീഡിൽ ഓൾ വന്നിട്ടുണ്ടാകും. ആ ഓളിൽ നമ്മളൊരു നീഡിൽ കൊടുത്ത് പ്രസ് ചെയ്യുന്ന രീതിയാവും ഒരുവിധം വൈഫൈ ക്യാമറക്കും ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിന് ഈ ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് താഴത്ത് പോയിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമല്ല. അത് നമുക്കവിടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റീസെറ്റ് ചെയ്യാനുള്ള ഭാഗം വന്നു. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓള് ഇവിടെ മൈക്കിനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾ ഇത് റീസെറ്റ് ബട്ടണാണെന്ന് കരുതിയിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുള്ള മൈക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 1080 പിക്സൽ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ചൈനീസ് ഐറ്റംസുകൾ വൈഫൈ ക്യാമറകളൊന്നും ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക. അത്യാവശ്യം ബ്രാൻഡഡ് നോക്കി MIയുടെ ഒക്കെ വൈഫൈ ക്യാമറകൾ വരുന്നുണ്ട്, ഒരു 2K വരുന്നത്. അതൊക്കെ നല്ല രീതിയിലാണ്. ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു MIയുടെ ഇതുപോലുള്ള ഒരു വൈഫൈ ക്യാമറ. അത് നമുക്ക് ഇതുപോലെ ആൻറ്റന കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ അതിൽ നമുക്ക് റീസെറ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് മാനുവലായിട്ട് ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ഇനി പെയർ ചെയ്യേണ്ട രീതി, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ് ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് വേണം. ഇതിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ പെയർ ചെയ്യാനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു QR കോഡ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലോസ് ചെയ്യാം.
ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷന് ഞാൻ 1-2 വട്ടം കണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 1-2 കോൺഫിഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് റീസെറ്റ് ചെയ്യട്ടെ. ഈ ആപ്ലിക്കേഷന് ഞാനൊന്ന് പിന്നെ ഡാറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആക്കട്ടെ. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് പിന്നെ ക്യാമറ സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ക്യാമറ സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമുക്കിത് എറർ മെസ്സേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡിവൈസ് ആഡ് കൊടുത്തു. ആഡ് കൊടുത്തിട്ട് 1-2 അലോ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പെർമിഷൻ ഓക്കെ നോക്കി ഞാൻ വൈഫൈയുടെ പിന്നെ സ്കാനർ ഞാൻ ക്യാമറയുടെ ലെൻസുമായിട്ട് പെയർ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കത് കണക്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഒരു പെർമിഷൻ വന്നിട്ടുണ്ട്, അലോ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും ഈ ഒരു ഫോണിലല്ല പിന്നെ കണക്ട് ചെയ്യുന്നത്, ഇത് പുള്ളിയുടെ ഫോണിൽ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഞാൻ പിന്നെ രണ്ടാമതും പുള്ളിക്ക് ഇതേപോലെ ഫസ്റ്റ് റീസെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പാസ്വേഡ് ഞാനൊരു മാനുവൽ പാസ്വേഡാണ് കൊടുക്കുന്നത്. പാസ്വേഡ് വീണ്ടും റീ എൻട്രി ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തു. പാസ്വേഡ് സേവ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ക്യാമറ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ക്യാമറ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് റീസെറ്റ് ചെയ്താൽ ഓക്കെയാണ്. റീസെറ്റ് ചെയ്യാൻ ഇത് പിന്നെ മദർ ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് വേണം ഇത് റീസെറ്റ് ചെയ്യാൻ. ഇത് ഞാൻ ക്യാമറയുടെ ഇത് നോക്കിയാൽ മനസ്സിലാവും വിചാരിക്കുന്നു. ഇപ്പോൾ ക്യാമറ കണക്റ്റഡ് ആണ്. രണ്ട് 3 സെക്കൻഡ് ഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കാര്യമായിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാല്ല. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ പുള്ളിയുടെ ഫോൺ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഫോണിൽ തന്നെ ഇതുപോലെ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1080 പിക്സൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. നൈറ്റ് മോഡ് കാരണം അല്ല പിന്നെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അത്യാവശ്യം ഒരു 64 പിന്നെ മെമ്മറി കാർഡാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. കുഴപ്പമില്ല എന്ന് പറയാം. അതായത് അത് പ്രൈസും ഒരു 2 രൂപയുടെ താഴെ ഉണ്ടാവുള്ളൂ. ആ പ്രൈസിനനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് പുള്ളിയുടെ ഫോണിൽ എനിക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഇത് ഓപ്പൺ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഓൾറെഡി ഈ ഒരു ഫോണിൽ ഇപ്പോൾ പെയർ ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ DVRകൾ അതുപോലെ തന്നെ ഇതുപോലെ വൈഫൈ ക്യാമറകളൊക്കെ നിങ്ങൾ പാസ്വേഡ് മറക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റീസെറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ റീസെറ്റ് ചെയ്ത് തരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ വരാം. ബൈ.